അടുത്തിടെ ഇറങ്ങിയതിൽ നമ്മളെ പിടിച്ചിരുത്തിയ മറ്റൊരു ത്രില്ലറായി മാറിയിരിക്കുകയാണ് നസ്രിയയുടെയും ബേസിൽ ജോസഫിന്റെയും പുതിയ സിനിമയായ സൂക്ഷ്മദർശിനി. OTT റിലീസായതിനു ശേഷം സിനിമയ്ക്ക് വമ്പൻ അഭിപ്രായങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമ കണ്ടതിനൊപ്പം തന്നെ നമുക്കൊപ്പം എത്തിയ ചില സംശയങ്ങളും അതോടൊപ്പം തന്നെ സിനിമയുടെ ഒരു സമഗ്രമായ റിവ്യൂവുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്ന ചില എലമെന്റ്സ് ചിലപ്പോൾ ഒരു സ്പോയിലറായി മാറിയേക്കാം. അതുകൊണ്ട് തന്നെ സിനിമ കണ്ടിട്ടുള്ളവർ മാത്രം ഈ വീഡിയോ കാണണമെന്ന് ആദ്യം തന്നെ പറയുന്നു. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഇതുപോലുള്ള സിനിമ അപ്ഡേറ്റുകൾക്കും റിവ്യൂകൾക്കുമായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. തൊട്ടടുത്ത വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയുന്നതിനായി ജനലം തുറന്നിരിക്കുന്ന നമ്മുടെ പച്ചയായ മലയാളികളുടെ ഒരു ചിത്രം തന്നെയാണ് സൂക്ഷ്മദർശിനിയിലും പറയുന്നത്. അടുക്കളയുടെ ജനാലയിലൂടെ അടുത്ത വീട്ടിലേക്ക് പതിവായി നോക്കിയിരുന്ന ഒരു സ്ത്രീയുടെ കണ്ണിൽ കണ്ട കാഴ്ചകൾ ചിരിപ്പിച്ചും ത്രില്ലടിപ്പിച്ചും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് സൂക്ഷ്മദർശിനി എന്ന സിനിമ. സിനിമയുടെ തുടക്കം മുതൽ ഒരു സസ്പെൻസ് ത്രില്ലർ ജേണറിലാണ് കഥ മുൻപോട്ട് പോകുന്നത്. നസ്രിയുടെയും ബേസിൽ ജോസഫിന്റെയും പ്രകടനങ്ങൾ കൊണ്ട് ഓരോ നിമിഷവും നമ്മൾ പ്രേക്ഷകരെ എൻഗേജ് ആക്കിയാണ് സിനിമ മുൻപോട്ട് പോകുന്നത്. മൈക്രോബയോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞെങ്കിലും വിവാഹിതയായി ഒരു കുട്ടിയുടെ അമ്മയായതോടെ പ്രിയദർശിനിക്ക് ഒരു ജോലി കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ എക്സിക്യൂട്ടീവാണ് പ്രിയയുടെ ഭർത്താവായ ആന്റണി. നഗരത്തിന് അടുത്തായി കിടക്കുന്ന ഒരു നാട്ടിൻ പുറത്ത് അല്പസ്വല്പം വാട്സപ്പ് പരദൂഷണവും വീട്ടുകാര്യവും ഒക്കെ നോക്കി കഴിയുന്ന പ്രിയയുടെ അടുപ്പക്കാർ അടുത്തടുത്ത വീടുകളിൽ താമസിക്കുന്ന സുലുവും സ്റ്റെഫിയും അസ്മയും ടീച്ചറും ഒക്കെയാണ്. അവരങ്ങനെ സ്വാഭാവിക ജീവിതം മുൻപോട്ട് നയിച്ചുകൊണ്ട് പോകുമ്പോഴാണ് 4 അയൽക്കാരുടെയും അടുത്തേക്ക് വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന വലിയ വീട്ടിലേക്ക് ഗ്രേസ് അമ്മച്ചിയും അവരുടെ മകൻ മാനുവലും മടങ്ങിയെത്തുന്നത്. ആദ്യ കാഴ്ചയിൽ തന്നെ മാനുവലിന്റെ നിഷ്കളങ്കതയോട് കൂടിയുള്ള ചിരിയുടെ മുൻപിൽ എന്തോ നിഗൂഢതയുണ്ടെന്ന് പ്രിയയിലെ ഡിറ്റക്റ്റീവിന് തോന്നുകയാണ്. ആ വലിയ വീട്ടിൽ എന്തൊക്കെയോ ഓർമ്മകളുമായി ഗ്രേസ് എന്ന അമ്മച്ചിയെ മികച്ച രീതിയിൽ തന്നെയാണ് ഇവിടെ ഡയറക്ടർ കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നീട് പ്രിയയുടെയും മാനുവലിന്റെയും ശ്രദ്ധേയമായ അഭിനയ മുഹൂർത്തങ്ങൾ തന്നെയാണ് സിനിമയെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. വലിയൊരു നിഗൂഢതയുടെ ചുരുളഴിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിൽ തന്നെയായിരുന്നു പ്രിയദർശിനി. കൗതുകകരമായ തുടക്കവും ആകാംക്ഷയോട് കൂടിയുള്ള സ്റ്റോറി ലൈനും പെർഫെക്റ്റ് ആയൊരു ഫിനിഷും തന്നെയാണ് ചിത്രത്തെ ഏറെ ശ്രദ്ധേയമാക്കി മാറ്റിയിരിക്കുന്നത്. നിഗൂഢത നിറഞ്ഞ ഒന്നാം പകുതിയും അപ്രതീക്ഷിത ട്വിസ്റ്റുകളോടെ സസ്പെൻസ് അല്പമായി വെളിപ്പെടുത്തി ഒരു മികച്ച ക്ലൈമാക്സിലേക്ക് നയിക്കുന്ന രണ്ടാം പകുതിയുമാണ് ചിത്രത്തിന്റെ പ്രത്യേകത. എന്നാൽ സിനിമ കണ്ടപ്പോൾ സ്റ്റോറി ലൈനിൽ തോന്നിയ ഒരു ചേർച്ചയില്ലായ്മയാണ് ഇപ്പോൾ നമ്മൾ പോയിന്റ് ചെയ്യുന്നത്. സിനിമ കണ്ടവരായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോ കണ്ട ശേഷം തീർച്ചയായിട്ടും കമന്റിൽ കൂടി പറയണം. അമ്മച്ചിയെ കാണാണ്ടായി എന്ന വാർത്ത പരന്നതിന് ശേഷം നസ്രിയ അമ്മച്ചി വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് തന്നെയായിരുന്നു വിശ്വസിച്ചത്. എല്ലാ നാട്ടുകാരെയും മാനുവൽ അത് പറഞ്ഞു പറ്റിച്ച ഒരു നുണക്കഥയാണെന്നും എന്നാൽ എന്തുകൊണ്ടാണ് മാനുവൽ അങ്ങനെ പറയുന്നത് എന്നുമാണ് പ്രിയ ഇവിടെ സംശയിക്കുന്നത്. അമ്മച്ചിയെ കാണാണ്ടായി അന്ന് രാത്രി ഉറക്കത്തിൽ നിന്ന് അസ്വസ്ഥയായി എഴുന്നേൽക്കുന്ന പ്രിയ ശേഷം അടുക്കളയിലെത്തി ജനലിലൂടെ മാനുവലിന്റെ വീട്ടിലേക്ക് നോക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു. ഒന്ന് കണ്ണോടിച്ചതിന് ശേഷം മാനുവലിന്റെ വീടിന്റെ 2ാം നിലയിലെ ജനാലയിലേക്ക് നോക്കിയപ്പോൾ അവിടെ അമ്മച്ചിയുടെ രൂപം കണ്ട് പ്രിയ ഞെട്ടുന്ന ഒരു സീൻ നമ്മൾ കണ്ടിരുന്നു. പേടിച്ച് പിന്മാറിയ ശേഷം ഒന്നുകൂടി നോക്കുമ്പോൾ അമ്മച്ചി ആ ജനലിൽ കാണുന്നുമില്ല. ഈ സംഭവം പ്രിയ അപ്പോൾ തന്നെ ആന്റണിയോട് പറഞ്ഞുവെങ്കിലും പ്രിയയുടെ ഓവർ തിങ്കിങ് മൂലം അങ്ങനെയൊരു തോന്നൽ ഉണ്ടായതാണെന്ന് ആന്റണിയും അവിടെ പറഞ്ഞ് ആ സീൻ അവസാനിപ്പിക്കുന്നുണ്ട്. എന്നാൽ താൻ കണ്ടത് അമ്മച്ചിയാണെന്നും തൊട്ടടുത്ത ദിവസം രാവിലെ പ്രിയയുടെ വീട്ടിലെത്തിയ സ്റ്റെഫിയോട് താൻ അമ്മച്ചിയെ മാനുവലിന്റെ വീട്ടിൽ കണ്ടിട്ടുണ്ട് എന്നും അമ്മച്ചിയെ മാനുവൽ മനഃപൂർവ്വം വീടിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കുകയാണെന്നും പ്രിയ പറയുന്നുമുണ്ട്. ഇതിന് തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ മാനുവലിന്റെ സിസ്റ്ററായ ഡയാനയുടെ മെസ്സേജാണ് പ്രിയയെ തേടിയെത്തുന്നത്. മാനുവലും അമ്മച്ചിയുമായി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നും അന്വേഷണം എങ്ങനെ പോകുന്നു എന്നുൾപ്പെടെ പ്രിയ ഡയാനയോട് ചോദിക്കുന്ന സീക്വൻസും നമുക്ക് സിനിമയിൽ കാണാം. ആ സംഭാഷണത്തിലൊടുവിൽ ഒരു വോയിസ് ചാറ്റാണ് പിന്നീട് പ്രിയയെ തേടിയെത്തുന്നത്. കുറച്ച് തിരക്കിലാണ് എന്നും പിന്നീട് സംസാരിക്കാമെന്നും ആ ചാറ്റിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. ആ ഒരു മൊമെന്റിൽ സിനിമയുടെ ഫ്ലോയെ അത് ബാധിക്കാതെ തന്നെ പോകുന്നുണ്ട്. എന്നാൽ എല്ലാം കഴിഞ്ഞ് ക്ലൈമാക്സിൽ മൂവിയുടെ ഒരു പാസ്റ്റ് ആൻഡ് റിവ്യൂ ക്യുക്കായി കാണിക്കുന്നുണ്ട്. ഇതിൽ കണ്ട കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ അമ്മച്ചിക്ക് ഒന്ന് കാണണമെന്നുള്ള ഒരു വീഡിയോ ക്ലിപ്പ് ഡയാന കണ്ടതിന് ശേഷമാണ് വീട്ടിലേക്ക് എത്തിയിരുന്നത്. എന്നാൽ പിന്നീട് ഡയാന അമ്മച്ചിയെ കാണുമ്പോൾ ആ സീക്വൻസിലാണ് ഡയാനയെ വീട്ടുകാരെല്ലാവരും ചേർന്ന് അപകടപ്പെടുത്താനുള്ള ഒരു നീക്കത്തിലേക്ക് പോകുന്നത്. ഈ സംഭവത്തിനിടെയാണ് അന്ന് രാത്രി പ്രിയ അമ്മച്ചിയെ ജനലിലൂടെ കണ്ടതായി കാണിക്കുന്നത്. പക്ഷെ അന്ന് രാത്രി തന്നെ ഡയാനയെ അപകടപ്പെടുത്തുന്നുവെന്നാണ് സിനിമയിൽ പറയുന്നത്. പിറ്റേ ദിവസം രാവിലെ ഡയാനയുടെ ഭാഗത്തുനിന്നും എങ്ങനെ ആ ഒരു വോയിസ് ക്ലിപ്പ് വന്നു എന്നുള്ളൊരു സംശയം തന്നെയാണ് ഇവിടെ നമുക്കുണ്ടായത്. ഒരുപക്ഷെ മാനുവൽ ഡയാനയുടെ ഫോൺ കൈക്കലാക്കി എന്നുള്ളത് സ്വാഭാവികമായിരിക്കാം. പക്ഷെ എങ്ങനെ ആ ഒരു വോയിസ് ക്ലിപ്പ് ഡയാനയുടെ ഭാഗത്തു നിന്നും വന്നു എന്നുള്ളതൊരു ചോദ്യമായി തന്നെ വരുന്നുണ്ട്. ഈ പറഞ്ഞൊരു സംശയം നിങ്ങൾക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയോ? അതേപോലെ മറ്റേതെങ്കിലും സീക്വൻസിൽ നിങ്ങൾക്ക് സമാനമായ രീതിയിൽ സിനിമയുടെ ഭാഗത്തു നിന്നും സ്റ്റോറി ലൈന് ചേരാത്ത എന്തെങ്കിലും സംഭവങ്ങൾ നോട്ട് ചെയ്യാനായി പറ്റിയോ? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. അപ്പോൾ നമ്മുടെ ചാനലിന് ഒരു ചെറിയ സപ്പോർട്ട് നൽകുക. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളും സിനിമാ വാർത്തകളുമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.